പാകിസ്ഥാനിലെ ഭീകരനുമായിട്ടൊരു മലയാളി നടത്തിയ ചാറ്റിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെ വെറുതെ പറഞ്ഞ പോരാ. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ ഭീകരമായി മതം ചോദിച്ച് കൂട്ടക്കൊല നടത്തിയ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണം, അതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ POKയിലെ പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് രാത്രിയാണ് ആക്രമണം നടക്കുന്നത്. പുലർച്ചെ 2:41 കേരളത്തിലെ ഒരു മലയാളി ഉണർന്നിരിക്കുന്നു. എന്നിട്ട് POKയിലെ പാക് അധിനിവേശ കാശ്മീരിലെ ഒരു ഭീകരന് സന്ദേശം അയക്കുന്നു. ആദ്യത്തെ സന്ദേശം ഞാൻ വായിക്കാം. ഹലോ. ഉടൻ അവിടെ നിന്ന് മറുപടി വരുന്നു, ഹലോ എന്ന് വരുന്നു. ഉടൻ ഇവിടെ നിന്ന് മലയാളി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി ദെയർ കോമ്രേഡ്? സഖാവേ, അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി തൽക്കാലം ആ മറുപടിയിലെ 2 ഭാഗങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കി കേൾക്കാം. ആ മറുപടിയിലെ ഒരു ഭാഗം മറച്ചു വെച്ചതിന് ശേഷമുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ്: പീപ്പിൾ ഹാവ് ബീൻ ഇൻജുവേർഡ് ആസ് ദി ടാർഗറ്റ്സ് ഇന്ത്യ ബോംബ്ഡ് വെയർ ക്ലോസ് ടു സിവിലിയൻ ഏരിയാസ്. ആളുകൾക്ക് പരിക്ക് പറ്റി. ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്കടുത്താണ്. അതിന് വീണ്ടും അടുത്ത മറുപടി ഗ്രൗണ്ട് റിയാലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ് മലയാളിക്ക്. പാകിസ്ഥാൻ ഭീകരൻ, ഇന്ത്യക്കാരെ കൊന്ന ഭീകരൻ, സിന്ദൂരം നോക്കിക്കൊന്ന ഭീകരൻ, മതം നോക്കിക്കൊന്ന ഭീകരൻ്റെ അടുത്ത മറുപടി ദ പവർ ഈസ് ഔട്ട് ഇൻ ദ ക്യാപിറ്റൽ. തലസ്ഥാനത്ത് കറണ്ടില്ല. ആൻഡ് വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് അവർ റിലേറ്റീവ്സ്. ഞങ്ങളുടെ ബന്ധുക്കളുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളി പറയുന്നു, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് ഡു അപ്ഡേറ്റ്. സുരക്ഷിതമായിരിക്കുക, എന്നിട്ട് അപ്ഡേറ്റ്സ് അറിയിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, കൊച്ചിയിൽ താമസക്കാരനായ ചെറുപ്പക്കാരൻ, കൊച്ചിയിലെ എളമക്കര കീർത്തി നഗറിൽ താമസിക്കുന്ന റിജാസ് M. ഷീബ സൈദിഖ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് എന്താണ് പാകിസ്ഥാനിൽ പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദിയുമായിട്ട് ബന്ധം? അയാളുടെ പറയുകയാണ്, സുരക്ഷിതമായിട്ടിരിക്കുക, എന്നിട്ട് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ, മലയാളിക്ക് ഈ ചെറുപ്പക്കാരന് പാകിസ്ഥാൻ തീവ്രവാദികളായിട്ട് ബന്ധമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാൻ ജനതയെ നമ്മൾ ആക്രമിക്കുകയാണ്, അവരെ നമ്മൾ കൊന്നൊടുക്കുകയാണെന്നുള്ള പരാതിയുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ എല്ലാ ഭീകരപ്രവർത്തനങ്ങളും ഇന്ത്യക്കാർ അറിയിക്കുന്നതാണ് എന്ന് ഇയാൾക്ക് അഭിപ്രായമുണ്ട്. റിജാസ് M. ഷീബ സൈദിഖ് എന്ന് പറഞ്ഞ മുസ്ലിമാണ് അയാൾക്ക് കലിമ ചൊല്ലി കാഫിറിനെ കൊല്ലുന്നത് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇയാളെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് ഇയാൾ നിരന്തരം പോസ്റ്റുകൾ ഇട്ടു. ഇയാളെ അവിടുത്തെ ഒരു നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്ന് ബീഹാർ സ്വദേശിയായ ഇഷാകുമാരി എന്ന് പറഞ്ഞ 22 വയസ്സുകാരിക്കൊപ്പം നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മെയ് 7-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. മെയ് 7 എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയമാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കെ പാകിസ്ഥാനിലെ തീവ്രവാദിയുമായി, POKയിലെ തീവ്രവാദിയുമായി നിരന്തരം ചാറ്റ് നടത്തുന്നു. എന്നിട്ട് അവരോട് അനുഭാവം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തു. നാഗ്പൂർ പോലീസ് ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചു. ഡാർക്ക് വെബിൽ ഇയാളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ ഇയാൾ നിരന്തരം ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുകയാണ്. ഈ മുസ്ലിങ്ങൾക്ക് കൊല്ലാനുള്ള ഒരു വസ്തുവാണ് കാഫിറുകൾ എന്ന തരത്തിലുള്ള ആശയപ്രചാരണം നിരന്തരം നടത്തുന്നു. രാജ്യത്തെ വിഘടിപ്പിക്കണമെന്നുള്ള ആശയം നടത്തുന്നു. കാശ്മീർ പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണെന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു മലയാളിയാണ് റിജാസ് M. ഷീബ സൈദിഖ്. അയാളെയാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്ര പോലീസ് കേരളത്തിലെ ATSൻ്റെ കൂടെ സഹായത്തോടെ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. എളമക്കര കീർത്തി നഗറിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. അവിടെ നിന്ന് തന്ത്രപ്രധാനമായ ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു. ഇയാളുടെ ഒരു ചിത്രമുണ്ട്, കയ്യിൽ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം റിജാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഒരു നിഷ്കളങ്കനായ പാവം ചെറുപ്പക്കാരൻ. ഇയാൾക്ക് കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഇയാൾ അറസ്റ്റിലാണ്. ഇപ്പോഴും നിയമ നടപടിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്ത് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നു. അതിനെതിരെ രാജ്യം നടപടിയെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്നു. കാരണം പാകിസ്ഥാനെ ഒന്നും ചെയ്യാൻ പാടില്ല, പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്തോട്ടെ എന്ന തരത്തിലുള്ള ആശയപ്രചാരണം നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ? അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ?
സിനു ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞല്ലേ? അതെ. എന്തായാലും വിഷമമുള്ള ഒരുപാട് പേരുണ്ട്. അതെന്താ? അങ്ങനെയാണ്. ഇന്ത്യ എന്ന് ചില ആളുകളുണ്ടല്ലോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയം എന്നറിയോ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല. അതുകൊണ്ട് 17ഓളം ദേശീയതകളാണ്. ഇന്ത്യ ഇങ്ങനെ കഷ്ടമായിട്ട് വിഘടിച്ച് പോകണം. അങ്ങനെ അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമാണ്. ഇന്ത്യ EMS പുസ്തകം എഴുതിയിട്ടില്ലേ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം EMS പിൻവലിച്ചു. കാരണം പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്ന അകത്ത് പോയി വെള്ളം കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ EMS പിൻവലിച്ച പുസ്തകമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും പറയുന്നത് ഇന്ത്യ വിവിധ ദേശീയതകളാണ്, വിഘടിച്ചു പോകണം. ഇന്ത്യ ടുക്കഡേ ഗാങ്ങിൻ്റെ അതേ ആശയം. ടുക്കഡേ ഗാങ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. പിന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ആവശ്യമാണ്. അങ്ങനെ വിഘടിച്ചു പോയാൽ ഇന്ത്യയിലെ ചില ഭാഗങ്ങളൊക്കെ ഇവർക്ക് മുസ്ലിം ആധിപത്യമുള്ള ഖിലാഫത്തുകളായിട്ട് മാറ്റാം, അല്ലെങ്കിൽ ശരിയാ നിയമം നടപ്പാക്കുന്ന രാജ്യങ്ങളായിട്ട് പ്രദേശങ്ങളായിട്ട് മാറ്റാം. കാശ്മീരിനെ സംബന്ധിച്ച് ഈ പറയുന്ന ടുക്കഡേ ഗാങ്ങിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാവോയിസ്റ്റുകൾക്ക് എല്ലാം കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണമെന്നാണ്. അപ്പോൾ നോക്കൂ, ഈ റിജാസ് എം ഷീബ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ആരുടെ? ഇന്ത്യക്കാരെ മതം നോക്കി വെടിവെച്ചു കൊന്ന, ഉടുവസ്ത്രം പൊക്കി നോക്കി വെടിവെച്ചു കൊന്ന കാശ്മീർ ഭീകരന്മാരാണ് മഹാന്മാർ എന്നു പറയുന്ന ഒരാൾ. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്. നാളെ അവർ കേരളത്തിൽ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ സമ്മേളിക്കുകയാണ്. അതായത് മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ. മരിച്ചവന് മനുഷ്യാവകാശം ഇല്ല, അല്ലേ? ഇല്ല. അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയും. എന്നാൽ അബ്ദുൽ നാസർ മദനി മൂലം കൊല്ലപ്പെട്ട പാവപ്പെട്ട നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ആരും പറയില്ല, സാധാരണക്കാരൻ്റെ. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ കാശ്മീരിൽ കൊല്ലപ്പെട്ട 26 പേരെക്കാളും പ്രാധാന്യം അവിടുത്തെ ഒരു കുതിരക്കാരൻ, കൊല്ലപ്പെട്ട ഒരു കുതിരക്കാരനാണെന്ന് പറയുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച തീവ്രവാദികളുടെ കൂടെയുള്ള, അവരുടെ ഫോൺ നമ്പർ അറിയാവുന്ന, അവരോട് നിരന്തരം സംവദിക്കുന്ന, അവരെ സഖാവെന്ന് വിളിക്കുന്ന, നിങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നു പറയുന്ന റിജാസ് എം ഷീബയ്ക്കു വേണ്ടി നാളെ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ ഇവർ ഒരു മീറ്റിംഗ് നടത്തുന്നു. രാജ്യവിരുദ്ധ സമ്മേളനമല്ലേ? അതെ, രാജ്യവിരുദ്ധ സമ്മേളനമാണ്. ഈ രാജ്യവിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന് കൂടെ നിങ്ങൾ അറിയണം. ഒന്ന്, ആദ്യം പറയേണ്ടത് എറണാകുളത്തിലെ മുൻ MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോൾ പങ്കെടുക്കുന്നത്. പുള്ളി പത്രാധിപർ, MP, CPM-ൻ്റെ ആൾ, മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഓർക്കുന്നുണ്ടോ? സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകാനും വലിയ സമ്മാനങ്ങൾ കിട്ടും, വിശേഷ ദിവസങ്ങൾക്ക് ഈന്തപ്പഴം, അത് അത്തറ, ഇങ്ങനെയുള്ള സാധനങ്ങൾ സമ്മാനപ്പെട്ടികൾ കിട്ടും. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ ഉറപ്പായും എവിടെ പങ്കെടുക്കും? ഇതുപോലുള്ള ഭീകരവാദികളുടെ കൂട്ടാളിയെ ഒരു കാരണവശാലും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ സ്വതന്ത്രരായി നമ്മുടെ സമൂഹത്തിൽ വിഹരിക്കാൻ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സെബാസ്റ്റ്യൻ പോൾ ഉണ്ടാവുന്നതിനകത്ത് ഒരു അത്ഭുതവുമില്ല. അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്, സീനിയർ MP ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ജിഹാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനസ്സാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനാണ്. സ്വന്തം മകൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായതാണ്, കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അച്ഛന് ഈ തീവ്രവാദികളെ സഹായിക്കുന്നത് കൊണ്ട് സമ്മാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നതിൽ അത്ഭുതമുണ്ടോ? ഇല്ല, ഒരത്ഭുതവുമില്ല. പിന്നെ ഉള്ളത് മുഖ്യപ്രഭാഷണം നടത്തുന്ന ആരാണെന്നറിയോ? സിദ്ദിഖ് കാപ്പൻ, ലോകത്തിലെ ഏറ്റവും മഹാനായ മാധ്യമ പ്രവർത്തകൻ. എന്താണ്, അത്രാസിലേക്ക് അവിടെ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശ് പോലീസ് കണ്ടെത്തി, അല്ലേ? കാറിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് കോടതി കുറ്റക്കാരനാണെന്ന് ഏതാണ്ട് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് ആരാന്നറിയോ? കപിൽ സിബലാണ് ഹാജരായ. ഒന്ന് എണീറ്റ് നിൽക്കാൻ 30 ലക്ഷം രൂപയാണ് ഫീസ്. കപിൽ സിബൽ ഹാജരായ എങ്ങനെയാണെന്നറിയോ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ KUWJ കേസ് കൊടുത്തു. KUWJ കേസ് കൊടുത്തതിനെക്കുറിച്ച് KUWJയുടെ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഒരു ക്രിമിനൽ കേസിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകരുടെ സംഘടന വക്കാലത്തിറക്കുക. എന്നിട്ട് കപിൽ സിബലിനെ പോലെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുക. എന്നിട്ട് പറയുക കപിൽ സിബൽ സൗജന്യമായിട്ട് വന്നതാണ്. കപിൽ സിബലിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സൗജന്യമായിട്ട് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഫീസ് കൊടുക്കാൻ വേറെ ആളുണ്ടെന്നേ. ആരൊക്കെയുണ്ടെന്ന് സെബാസ്റ്റ്യൻ പോളിനെ മാറ്റി നിർത്താം. നോക്കൂ, നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരാന്നറിയോ? ഷാജിദ് ഖാലിദ്, വെൽഫെയർ പാർട്ടിയുടെ
സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം. ഈ റിജാസ് എം ഷീബ സൈദിക്കിന് വേണ്ടി സംസാരിക്കാൻ വിട്ടുകൊടുക്കണം, മലയാളിയുടെ അഭിമാനമാണ്. കാരണം ഇന്ത്യക്കാരനെ കൊല്ലുന്നത് മലയാളിയുടെ അഭിമാനമാണല്ലോ. ഭീകരപ്രവർത്തകരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് മലയാളിക്ക് അഭിമാനിക്കുന്ന വകയാണല്ലോ. അയാളെ മോചിപ്പിക്കണം, അയാൾക്കെതിരെ നിയമ നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് ഷാജിദ് ഖാലിദ് വരുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററാണ്. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ജമായത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് അല്ലേ? അതെ, ജമായത്തെ ഇസ്ലാമിയാണ്. സംഘടനം എവിടെ നിന്നാണെന്ന് മനസ്സിലായി. സംഘടന തീർച്ചയായും സംഘടന അവിടുന്ന് മാത്രമല്ല, വേറെ ആളുണ്ട്. VM ഫൈസൽ ഉണ്ട്. VM ഫൈസൽ ആരെന്ന് അറിയോ? SDP യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. അപ്പോൾ വെൽഫെയർ പാർട്ടി SDP ഉണ്ട്. പിന്നെ CP റാഷിദ് ഉണ്ട്, ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം. കാരണം കൊല്ലുന്നവനാണല്ലോ മനുഷ്യാവകാശമുള്ളത്, കൊല്ലപ്പെടുന്നവന് ഒരു അവകാശമില്ല. അവൻ സാധു, പ്രത്യേകിച്ച് കാഫറും കൂടിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അപ്പോൾ കൊല്ലുന്നവൻ്റെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CP റാഷിദ് ഉണ്ട്. പിന്നെ സെബാസ്റ്റ്യൻ പോളിൻ്റെ പേര് പറഞ്ഞു. പിന്നെയുള്ളത് ബാബുരാജ് ഭഗവതി, മാധ്യമ പ്രവർത്തകനാണ്. പിന്നെ ഒരാളുണ്ട് പ്രമോദ് പുരങ്കര, ചാനലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വയറിളക്കം പോലെ സംസാരിക്കുന്ന ഒരാൾ. വലിയ ബുദ്ധിജീവിയാണ്. RSSൻ്റെയും BJPയുടെയും ജോലി ബലാത്സംഗം നടത്തുകയാണെന്ന് പറഞ്ഞ മഹാനാണ് പ്രമോദ് പുരങ്കര. മനസ്സിലായില്ലേ? ഒരു വക്കീലാണെന്നാണ് പറയുന്നത്. പിന്നെയുണ്ട് അംബിക. അംബിക എന്ന് പറയുന്നത് ഒരു അർബൻ നക്സലൈറ്റാണ്. അർബൻ നക്സലൈറ്റാണ്. മറുവാക്കെന്നും പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. പിന്നെയുള്ളത് മൃദുല ഭവാനി, കേരളീയം എന്ന് പറയുന്നൊരു മാസികയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. മൃദുല ഭവാനി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്. അങ്ങനെ ഇവരെല്ലാം കൂടെ ചെയ്തു. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് അർബൻ നക്സലുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, അതായത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, CPMൻ്റെ മുൻ MP ഉണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടെ ഒത്തുചേരുക. എന്തിനാണ്? കേരളത്തിലുള്ള ഒരു മലയാളിക്ക് തീവ്രവാദികളുമായി നേരിട്ട് ബന്ധമുള്ള, അവരെ സഹായിക്കുന്ന നിലപാടെടുത്ത ഒരു മലയാളിയെ കേസിൽ കുടുക്കിയത് തെറ്റാണ്. അയാൾക്ക് ഭീകരപ്രവർത്തനം നടത്താൻ സമ്മതിക്കണ്ടേ സിനു? തീർച്ചയായിട്ടും. ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തണം, കലിമ ചൊല്ലി ആളുകളെ കൊല്ലണം, ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ആളുകളെ ജയിലിലിടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് 2047 ആകുമ്പോൾ ഇന്ത്യയെ ഇസ്ലാം രാജ്യമാക്കണ്ടേ? അതിനുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നടത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിമാനകരമായ പരിപാടി നടക്കുമ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരം വാർത്തകൾ സ്വന്തം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാനിലെ POKയിലെ തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്ത റിജാസ് എം ഷീബയ്ക്ക് വേണ്ടി നാളെ വഞ്ചി സ്ക്വയറിൽ സമ്മേളനം നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടായത് കേരളത്തിലായതുകൊണ്ട്. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ആളുകൾ ജയിലിലടക്കില്ല, ആളുകൾ മൂട്ടം വഴിയായിട്ട് വന്ന് അടിച്ചോടിച്ച് അവിടെ ചാണകവെള്ളം തെളിക്കും. കേരളത്തിൽ എന്തുവാകാം? കേരളം അങ്ങനത്തിലെ കാലാവസ്ഥ അങ്ങനെയാണ്, കേരളത്തിലെ ഈക്കോ സിസ്റ്റം അങ്ങനെയാണ്. കേരളത്തിൽ ഏതു രാജ്യദ്രോഹിക്കും, ഏതു ഭീകരനും, ഏത് വിധ്വംസക പ്രവർത്തകരും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഉച്ചത്തിൽ ശബ്ദമുയർത്താനും കഴിയും. പിണറായി വിജയൻ്റെ പോലീസ് അതിന് അനുവാദം കൊടുത്തിരിക്കുക. നമ്മുടെ ഈ വഞ്ചി സ്ക്വയറിൽ നിന്ന് കഷ്ടിച്ച് ഒരു 200-250 മീറ്റർ പോയാൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനും അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസാണ്. അതിൻ്റെ മൂക്കിന് താഴെയാണ് ഈ ഭീകരന് വേണ്ടി, ഈ രാജ്യദ്രോഹിക്ക് വേണ്ടി, ഭീകരപ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്നവർക്ക് വേണ്ടി, പാകിസ്ഥാനിലെ POKയിലെ ഭീകരന്മാർക്ക് വേണ്ടി, ഇവിടെ നിന്നും വിവരങ്ങൾ കൈമാറുന്നവന് വേണ്ടി ശബ്ദമുയർത്താൻ നാളെ സമ്മേളനം നടത്താൻ കേരള പോലീസ് അനുവാദം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പിണറായി വിജയൻ്റെ പോലീസ് ഇവർക്ക് അനുവാദവും കൊടുത്തിട്ടുണ്ട്. നാളെ ആ സമ്മേളനം നടക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യസ്നേഹികൾ, ദേശാഭിമാനികൾ ഈ നാട്ടിൽ ബാക്കിയില്ലേ, എങ്ങനെ അവരെ നോക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു സമ്മേളനം കേരളത്തിൻ്റെ മണ്ണിൽ നടത്താൻ കഴിയുന്നു എന്നതാണ് അത്ഭുതകരം. അതിന് സമാധാനം പറയേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ, പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഒത്താശയില്ലാതെ രാജ്യവിരുദ്ധമായ ഈ സമ്മേളനം എങ്ങനെ നടക്കും? എന്തായാലും ആ സമ്മേളനം നടക്കാതിരിക്കാനൊന്നും പോണില്ല. കാരണം കേരളത്തിലെ ഇക്കോസിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ്. പക്ഷേ രാജ്യവിരുദ്ധർ നാളെ വൈകുന്നേരം 5 മണിക്ക് എറണാകുളത്ത് ഹൈക്കോടതിയുടെ മുന്നിലുള്ള വഞ്ചി സ്ക്വയറിൽ ഒത്തുചേരുകയാണ്. തിരിച്ചറിയണം, ഇത് അപകടം നമ്മുടെ തൊട്ടു മുന്നിലാണ്. ഇവിടെ പരസ്യമായി ഭീകരവാദികളെ അനുകൂലിക്കുന്ന, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നവർ മഹാന്മാരാണെന്ന് പറയുന്ന, മനുഷ്യസ്നേഹികളാണെന്ന് പറയുന്നവരെ പിന്തുണച്ച് പരസ്യമായി പൊതുസമ്മേളനം നടത്താൻ ലജ്ജയില്ലാതെ, മറയില്ലാതെ മുന്നോട്ട് വരാൻ തീവ്രവാദികൾക്ക് കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഭയപ്പെടുക തന്നെ വേണം. അല്ല, നമ്മളിത് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യമുണ്ടേ. കാരണം ഇന്ത്യയിലെമ്പാടും മാവോയിസ്റ്റ്
വേട്ട കേന്ദ്ര സേനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2026 മാർച്ച് 31 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്ന് ചുവപ്പ് ഭീകരത പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് അമിത്ഷാ പ്രത്യേക താല്പര്യമെടുത്ത് തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർദാക്ഷിണ്യം മാവോവാദികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ സുൽത്താൻപൂർ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലേ, അതെ, ഒക്കെ സ്ഥലങ്ങൾ, ബസ്തർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒളിവിൽ പോയിട്ടുള്ള കേഡറുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് മാവോവാദികളുമായി വലിയ ബന്ധമുണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരായ ആളുകളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നേരത്തെ ലവ് ജിഹാദ് എന്ന പേരിൽ വലയിലാക്കിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായെന്ന് വലിയൊരു ആരോപണം ഉണ്ട്. അത് കോടതി വരെ എത്തുകയും സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവുകയും വലിയ വിവാദമാവുകയാണ്. അപ്പോൾ ചെറിയ പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പോപ്പുലർ ഫണ്ടാണെങ്കിൽ ഇപ്പോൾ പോപ്പുലർ ഫണ്ട് കമോഫ്ലാഷ് ചെയ്ത് മാവോവാദികളായി മാറുമ്പോൾ അവരുടെയും ടാർഗറ്റ് ചെറുപ്പക്കാരാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ വലിയ തോതിൽ മാവോവാദികളിലേക്ക് നുഴഞ്ഞു കയറുന്നൊരു കാഴ്ച. കാരണം രണ്ടുപേരുടെയും ശ്രമം ഭീകരതയാണ് അല്ലേ? രണ്ടുപേരുടെയും ലക്ഷ്യം ഇന്ത്യയെ ശിഥിലീകരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതുകൊണ്ടാണ് ഈ അർബൻ നക്സലുകൾ, ഈ അംബികയെ പോലെയുള്ള ആളുകൾ, സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനെതിരെ തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്ന നിലപാടെടുത്ത റിജാസ് എം ചീവയ്ക്ക് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ പരസ്യമായി വന്ന് ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറായി വരുന്നത് വല്ലാത്ത അപകടമാണ്. അപകടകരമായ അവസ്ഥയാണ്. നമ്മൾ ചെറുപ്പക്കാരെ മദ്യം, മയക്കുമരുന്ന് പോലെ തന്നെ അവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഘടകമായി മാവോയിസം പതുക്കെ പ്രചരിക്കുന്നുണ്ട്. അരാഷ്ട്രീയവാദം, വോക്കിസം ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.